ആദാബ്, ആപ് കൈസേ ഹേ? ഉഷാറായിട്ടുണ്ടല്ലോ. എല്ലാവരും ഉത്തരമൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. ആദാബ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ആദാബ് പറയണല്ലേ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞ്. ഇന്നലെ നമ്മളെന്താ പഠിച്ചത്? മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഉറുദു പദങ്ങൾ ഉപയോഗിച്ചുള്ള നല്ലൊരു പാട്ട് കേട്ടില്ലേ? ടീച്ചർ അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടാവും, അതിൻ്റെ പൂർണ്ണമായ പാട്ട്. ഏതൊക്കെ പദങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? ആ പാട്ടിലൂടെ പഠിച്ചത് ഏതൊക്കെയാ? പൂരി അല്ലേ, പിന്നെ ബാജി, ഹർത്താൽ, ഷർബത്ത്. എല്ലാവരും ഉഷാറാണല്ലോ. നല്ല നല്ല ഉത്തരങ്ങളാണല്ലോ വരുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഒരു കഥ പറഞ്ഞു തരാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചെറിയ കഥ, നമുക്ക് വലിയ കഥയൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു കഥ. ആ കഥ കേട്ടാലോ? തയ്യാറല്ലേ? ഈ കഥയിലെ കഥാനായകൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് വീട് വിട്ടു പോവാണ്, നാട് വിട്ടു പോവുക അല്ലേ? നാട് വിട്ടു പോയാൽ നമ്മളെന്തൊക്കെ ചെയ്യുക? ഇപ്പോൾ ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ വാട്സപ്പിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു മെസ്സേജ് വിടും, ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അത് കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം ഷെയർ ചെയ്യുമല്ലേ? പക്ഷെ അന്ന് അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല. വാട്സപ്പ്, യൂട്യൂബ് ഒന്നും സജീവമല്ലാത്ത കാലത്തല്ലേ. അന്ന് ഒരുപാട് നാട് വിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബഷീർ പമ്മി തൻ്റെ വീട്ടിലേക്ക് ഒരു രാത്രി സമയത്ത് കയറി വരിക. ആരും കാണണ്ട, അറിയാതെ വരിക. അറിയാതെ വരുന്ന സമയത്ത് ആര് കണ്ടു? ഉമ്മ കണ്ടു. ഉമ്മ പറഞ്ഞു, അവിടെ നിനക്കുള്ള ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്, നിനക്കുള്ള ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ എന്ന് പറയാ. അപ്പോൾ ബഷീറിനാകെ അത്ഭുതമായി, ആശ്ചര്യമായി. ബഷീർ ചോദിക്കുക, ഉമ്മ ഞാൻ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അപ്പോൾ ഉമ്മ അവിടെ പറയുന്നൊരു മറുപടി ഉണ്ട്, മോനെ നീ പോയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം ഒരുക്കി വെക്കാറുണ്ട്, നിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രതീക്ഷിക്കാറുണ്ട് എന്ന് ഉമ്മ ബഷീറിനോട് മറുപടി പറയാം. അപ്പം ഇത്രയധികം ഓരോ ഉമ്മയും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാ? നമ്മുടെ പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ഉമ്മയെയാണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഉമ്മയെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? तो हम आज अम्मी के बारे में एक गीत सुनेंगे. നമുക്കേറെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഒരു പാട്ട് കേട്ടാലോ? ഉമ്മ
നമ്മുടെ ഉമ്മയെക്കുറിച്ചുള്ള പാട്ട് കേട്ടില്ലേ? നല്ല രസകരമായ പാട്ടായിരുന്നു അല്ലേ? ഹമാരെ ഘർ മേ, നമ്മുടെ വീട്ടിൽ അമ്മിയെ കൂടാതെ ഉമ്മയെ കൂടാതെ വേറെ ആരെല്ലാം ഉണ്ട്? അമ്മിയെ കൂടാതെ വേറെ ആരെല്ലാം ഉണ്ട്? പറയൂ. ആര്? ഉപ്പുണ്ട് അല്ലേ? ഉപ്പാക്ക് ഉറുദുവിൽ എന്ത് പറയും? അബ്ബ. അബ്ബ എന്നാണ് ഉപ്പാക്ക് പറയാം. പിന്നെ ആരാ ഉള്ളത്? ആരാ? ബായി. ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ അല്ലേ? സഹോദരൻ. പിന്നെയോ ബഹൻ, സഹോദരി അല്ലേ? അപ്പോൾ 4 പദങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് അമ്മി, പിന്നെയോ അബ്ബ, പിന്നെയോ ബായി, ബഹൻ. അപ്പോൾ മേരെ ഘർ മേ അമ്മി, അബ്ബാ, ബായ് और बहन है. मेरे घर में അമ്മി, അബ്ബ, ബായ് और बहन है. ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളെ വീട്ടിൽ അമ്മിയും അബ്ബയും ബായും ബഹനും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. പറഞ്ഞു നോക്കിയോ? യെസ്. എന്നാൽ നമുക്ക് ഇന്ന് നമ്മുടെ അമ്മിയെക്കുറിച്ചും അബ്ബയെക്കുറിച്ചും ഒരു പാട്ട് കേട്ടാലോ? നമുക്ക് ഉറുദുവിലുള്ള നല്ല രസകരമായ ഒരു പാട്ട് കേൾക്കാം. അമ്മിയെക്കുറിച്ചും അബ്ബയെക്കുറിച്ചും പറയുന്ന മനോഹരമായ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अब्बा अब्बा आना, अच्छी गुड़िया लाना. अब्बा अब्बा आना, अच्छी गुड़िया लाना. प्यारे अब्बा आना, चांद को साथ में लाओ ना. प्यारे अब्बा आना, चांद को साथ में लाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. प्यारी अम्मी आओ ना, मुझको लोरी सुनाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको दूध पिलाओ ना. പ്രിയപ്പെട്ട കുട്ടികളെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നല്ലേ? ഈ പാട്ട് നിങ്ങൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് നോക്കിയാലോ? ഈ പാട്ടിന് മറ്റൊരു രീതി കണ്ടെത്തി അത് മനോഹരമായിട്ട് പാടി ആർക്ക് അയച്ചു കൊടുക്കുക? നിങ്ങളുടെ ഉറുദു സാറിന് അയച്ചു കൊടുക്കണേ. ബച്ചോ ആജ് കാ സർഗർമി യേ ഹെ. ഇന്ന് നിങ്ങൾക്ക് നൽകിയ പ്രവർത്തനം ഇതാണ്. എന്ത്? ഈ പാട്ട് നിങ്ങളുടേതായ മറ്റൊരു രീതിയിൽ പാട്ട് പാടിയിട്ട് നിങ്ങളുടെ ഉറുദു സാറിന് അയച്ചു കൊടുക്കുക. സിമ്പിളല്ലേ? വളരെ എളുപ്പമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളതൊന്ന് പാടിയിട്ട് ഉറുദു സാറിന് വാട്സപ്പ് വഴി ഒന്ന് അയച്ചു കൊടുക്കുക. കൊടുക്കില്ലേ? ശുക്രിയ. ഖുദാ ഹാഫിസ്.
ना